കടുക്ക രസായന ഗുണമുള്ള ഒരു ഔഷധം തന്നെയാണ്. പിന്നെ കടുക്ക നമ്മളങ്ങനെ ഈ നെല്ലിക്ക പോലെ ഉപയോഗിക്കാതെ മാറ്റി നിർത്തുന്നതിന് പ്രത്യേക കാരണം കടുക്ക തനിച്ച് കഴിച്ചാൽ നമുക്ക് വിരേചനം കൂടുതലുണ്ടാവും, മലശോധന. അപ്പോൾ അങ്ങനെ നെല്ലി കഴിക്കും പോലെ കടുക്ക കഴിക്കാൻ ഉള്ളൊരു പ്രയാസം അതാണ്. മറ്റൊന്ന് കഴിക്കാനുള്ള രുചി, അത് കടുക്കയ്ക്ക് ചവർപ്പ് കൂടുതലാണ്. നെല്ലിക്ക പോലെ ഇടയ്ക്ക് മധുരമൊന്നും വരില്ല കടുക്ക. പക്ഷേ എങ്കിലും ഇത്രയൊക്കെ ആണെങ്കിലും കടുക്കയ്ക്കും നെല്ലിക്കയ്ക്ക് തുല്യ പ്രാധാന്യം തന്നെ കടുക്കയ്ക്കുണ്ട്. നമ്മൾ ഈ അഗസ്ത്യ രസായനം അതൊരു പ്രധാനപ്പെട്ട രസായനമാണ്. അതുപോലെ ഒറ്റമൂലിയായിട്ട് തന്നെ കടുക്ക കഴിക്കാൻ പറയുന്നുണ്ട്. നെല്ലിക്ക അത്ര രസായന ഗുണത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. ഒന്ന് കടുക്കത്തോട് നമ്മൾ കുരു നീക്കിയ കടുക്ക നെയ്യിൽ വറുത്ത് പൊടിച്ച് കഴിക്കാം. മറ്റൊന്ന് ദിവസേന ഈ 2 കടുക്ക വെച്ച് കടിച്ച് തിന്നാം. കടിച്ച് തിന്നാൻ പ്രയാസമുണ്ടെങ്കിൽ അതിനകത്ത് 2-3 മരുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഒന്നുകിൽ ഇന്ദുപ്പ് ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ വെല്ലം ചേർത്ത് കഴിക്കാം. അത് ഈ 2 കടുക്ക വെച്ച് വളരെ കാലം കടിച്ച് തിന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ഒരു പുതു യൗവനം വീണ്ടെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഗുണം കടുക്കയ്ക്കും ഉണ്ട്. പക്ഷേ ഉപയോഗിക്കുന്നതിലുള്ള പ്രത്യേക അത് മലശോധന കൂടുതലുണ്ടാക്കും. അതുകൊണ്ടായിരിക്കണം നമ്മളിപ്പം പ്രസവിച്ച പാടുള്ള കുട്ടികൾക്ക് വരെ ശോധനയില്ലാത്ത മലബന്ധമുള്ള കുട്ടികൾക്ക് കടുക്ക തനിച്ച് കൊടുക്കാൻ പറ്റാത്തവർക്ക് മുല കുടിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ മേലെ പുരട്ടിയിട്ട് മുല കൊടുക്കും. അങ്ങനെ വന്നാൽ കുട്ടിക്ക് മലശോധന ഉണ്ടാവും. അത്ര നിരുപദ്രവകാരിയായൊരു മരുന്നുമാണ് കടുക്ക. ഈ കടുക്ക മരത്തിന് ഏകദേശം ഒരു 40-45 വയസ്സിൽ കൂടുതലാവും. പണ്ട് മുതലേ ഇങ്ങനെ ഇവിടെ വളർന്നുണ്ടായതാണ്, തനിയുണ്ടായതാണ്. അത് ഇതുവരെ കാത്തു സൂക്ഷിക്കുന്നില്ലല്ലോ, മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇവിടെ അടുത്ത വീടില്ല. ഇത് മരുന്നായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ഈ കടുക്ക മരം പൂക്കുന്നത് ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ്. കായ ഉണ്ടാകുന്നത് നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം കായെല്ലാം മൂത്ത് പാകമായിട്ട് വീഴാൻ തുടങ്ങും. മലബന്ധമുണ്ടായാൽ വയറിളക്കാൻ കടുക്കയ്ക്ക് കഴിയും. കടുക്കത്തോട് പൊടിച്ച് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ അതിരാവിലെ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വയറിളകും. മുഖക്കുരു മാറാൻ കടുക്കത്തോട് വെള്ളത്തിൽ അരച്ച് മുഖത്ത് പുരട്ടി 1 മണിക്കൂറോളം കഴിഞ്ഞ് കടലമാവ് വെള്ളത്തിൽ ചാലിച്ച് തേച്ചു കഴുകുക. ആചാര്യന്മാർ ദ്രവ്യങ്ങളുടെ വിഭാഗകരണത്തിൽ പഞ്ചമൂലം, ദശമൂലം, ത്രികടു, ബൃഹതീദ്വയം ഇങ്ങനെയുള്ള പല വിഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഫലം തരുന്നതെന്നുള്ള അർത്ഥത്തിൽ ത്രിഫല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താനിക്ക, കടുക്ക, നെല്ലിക്ക ഈ 3 സാധനത്തിൽ കടുക്ക എന്ന് പറയുന്നത് ബാലചികിത്സയിൽ വളരെ വിശേഷപ്പെട്ടതാണ്. ഉദരത്തിന് ഏറ്റവും അധികം ഹിതമായിട്ടുള്ളതാണ്. അത് കടുക്ക കായ് തയച്ച് സേവിക്കാം. അതുപോലെ കടുക്ക കഷായ രൂപത്തിൽ ഉപയോഗിക്കാം. പലതരത്തിലുള്ള ഉപയോഗവും ഉദരചികിത്സയിൽ കടുക്കയുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അതിന് ഫലം തരുന്നതെന്ന അർത്ഥത്തിലുള്ള ത്രിഫലയിൽ തന്നെ ചേർക്കാൻ കാരണം. പിന്നെ ഇതിന് കടുക്കക്ക് വേറെ വിശേഷമായിട്ടുള്ള ഗുണങ്ങൾ. സന്യാസാശ്രമത്തിലുള്ളവർ ഈ കടുക്കയുടെ കഷായം ദിവസവും വെച്ച് കുടിക്കാറുണ്ട്. അത്ര എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം നിലനിർത്താനും ഈ കടുക്ക വളരെയധികം ഉപയോഗം ചെയ്യുന്നുണ്ട്. പിന്നെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ ദശവൈദ്യ സമാപത്നി, 10 വൈദ്യന്മാരുടെ ഗുണം ഒരു പത്നി ചെയ്യും. ദശവൈദ്യ സമോ രവിഹി, ദശസൂര്യ സമോ മാതാ, ദശമാതാ ഹരീതകി. 10 വൈദ്യന്മാരുടെ ഗുണം ഒരു പത്നി ചെയ്യും. അതുപോലെ ദശപത്നി സമോരവിഹി, 10 പത്നിമാരുടെ ഗുണം സൂര്യ ഉപാസന കൊണ്ടുണ്ടാവും അത്ര. അതുപോലെ ദശസൂര്യ സമോ മാത, 10 സൂര്യൻ്റെ ഗുണം അമ്മയുടെ ശുശ്രൂഷ കൊണ്ട് ഉണ്ടാവും അത്ര. അതുപോലെ 10
പത്തമ്മമാരുടെ ഗുണം ഈ കടുക്ക ഹരീതകി എന്ന് പറയുന്ന സാധനം ചെയ്യും. അത്ര വിശേഷപ്പെട്ട ഒരു ദ്രവ്യമാണ് ഹരീതകി എന്ന് പറയുന്ന ത്രിഫലയിലുള്ള ഈ കടുക്ക. ഈ കടുക്ക എന്നത് പൗരുഷത്തിനെ കുറയ്ക്കുന്ന ഒരു സാധനമാണെന്ന് സാധാരണ പറഞ്ഞു വരാറുള്ളതാണ്. അത് ശരിയാണ്, അല്ലാന്ന് പറയാൻ വയ്യ. കാരണം ഈ സന്യാസം സ്വീകരിച്ച സന്യാസിമാർ സ്ഥിരമായി ചുക്കും കടുക്കയും കൂടി കഴിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. മാത്രമല്ല, ഈ കഴിക്കുക മാത്രമല്ല, നമ്മൾ ഒരു സന്യാസിയെ വന്ദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു വസ്ത്രവും, ഒന്നല്ല 4 വസ്ത്രം വേണം, അതുപോട്ടെ വസ്ത്രവും, ഒരു കഷ്ണം ഗോപിയും, ഒരു കട്ട കാവിയും, 4 കടുക്കയും, കുറച്ച് ചുക്കും കൂടി ഈ വസ്ത്രത്തിൽ വെച്ച് കാക്കൽ വെച്ചിട്ടാണ് നമസ്കരിക്കുക പതിവ്. ഇത് കേരളത്തിലത്തെ ആചാരമാണ്. കേരളത്തിൽ നിന്ന് വിട്ടാൽ ഈ ആചാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കാഞ്ചിയിൽ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ തന്നെ ചെയ്തു. പരമാചാര്യരുള്ള കാലത്ത് അദ്ദേഹത്തിനത് സൂക്ഷ്മമായിട്ട് മനസ്സിലായില്ല. എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നു. അത് അപ്പോൾ അതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അസലതാണ്. അത് ഈ നെല്ലിക്കയും താനിക്കയും കൂടി ചേരുമ്പോൾ അതിൻ്റെ ആ വൃഷ്യ സ്വഭാവം ഇല്ലാണ്ടാക്കണ, അല്ലെങ്കിൽ പൗരുഷ ശക്തിയെ കുറയ്ക്കുന്ന ആ സ്വഭാവം ഇല്ലാതെ പോവും എന്നാണ് ശാസ്ത്രം പറയുന്നത്.